നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള ഗാനരംഗത്തും കോമഡി രംഗങ്ങളിലും കലാവേദികളുടെ പിന്നാമ്പുറങ്ങളിലും 2 വ്യാഴവട്ടക്കാലം പരിലസിച്ച നമ്മുടെ സ്വന്തം നാദിർ ഷാ ഇന്ന് മറ്റൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഒരൊറ്റ സിനിമയുടെ സംവിധാനം കൊണ്ട് നേടിയെടുത്ത നാദിർ ഷാ നമ്മുടെ സ്വന്തം JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നു. നാദിർ ഷായെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാറിവില്ലൊളി വീണലിഞ്ഞതിൽ രാഗമാലിക ചൂടാൻ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാൻ പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ. പൂനിലാമഴ തന്നെയായിരിക്കും നമുക്ക്. അല്ല, ഇത് ആദ്യത്തെ സിനിമയില് മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന പടത്തില് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച പാട്ടാണ്. ആ പാട്ടിനോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ ആ പാട്ട് യഥാർത്ഥത്തിൽ വീണ്ടും പാടേണ്ട ഒരു അവസരമാണ് നാദിർ ഷാക്ക്. നാദിർ ഷാ സാർ നമസ്കാരം. എന്തൊരു സന്തോഷം നാദിർ ഷാക്ക്. ഇങ്ങനെ ഒരു പൂനിലാമഴ വിരിഞ്ഞ പെയ്തിറങ്ങുന്ന ഒരു മുഹൂർത്തം നാദിർ ഷായുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് 2 വ്യാഴവട്ടക്കാലത്തെ ഈ കലാസഭയ്ക്കിടയിൽ ആലോചിച്ചിരുന്നു. സ്വപ്നങ്ങളായിരുന്നു. ഈ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിക്രി ചെയ്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഗാനമേളയിലെ പാട്ടുകാരനായിരുന്ന സമയത്ത് മിമിക്രിക്കാരനാകുന്ന സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. മിമിക്രിക്കാരനായ നേരത്ത് പാരഡി ഗാനരചയിതാവ് ആകും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് സിനിമ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടില്ല. സംവിധായകനാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എല്ലാം ആകസ്മികമായിട്ട് വന്നതാണ്. അതെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു, ഈ നാദിർ ഷാ എത്രയോ കാലമായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു നാടൻ ഭാഷ പറഞ്ഞ കയ്യിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്താണ് മൂപ്പർക്കൊരു ബ്രേക്ക് കിട്ടാത്തത് എന്ന് പലപ്പോഴും ഞാനും 1/4 നൂറ്റാണ്ട് കാലം അത് വെച്ചിട്ട് നാദിർ ഷായുടെ വയസ്സ് ആരും അളക്കരുത്. 4 വർഷം കൂടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു വയസ്സാകുന്നുള്ളൂ. ഇല്ല സാറേ, ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. 5ാം ക്ലാസ് തുടങ്ങിയതാണ്. വെരി ഗുഡ്. 10 വയസ്സുള്ളപ്പോൾ കാര്യമായിട്ട് പറഞ്ഞു. കാര്യമായിട്ട് തന്നെ ഞാനും പറയുന്നു. 10 വയസ്സ് 27 വയസ്സ് കഴിഞ്ഞ് 28ലേക്ക് കിടക്കുന്നൊരു സമയത്താണ് അല്ലേ? അതെ അതെ അല്ലേ? 2 വയസ്സ് എന്നാലും കൂടി 25ആണ്. 25ആണ്. നാദിർ ഷായുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള സന്നിഗ്ധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ താങ്കൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മലയാളിക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പം നമ്മുടെ മുമ്പിൽ വരാൻ പോവാണ്. വരട്ടെ. ബ്രിട്ടാസി നമസ്കാരം. നിങ്ങൾ നാദിർ ഷായെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളില്ലാതെ നിങ്ങൾക്ക് എന്താ ആഘോഷം? നാദിർ ഷാ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് മാത്രമൊന്നുമല്ല. അത് ഈ പറയുന്ന പോലെ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ബന്ധമാണ്. സുഹൃത്താണോ സഹോദരനാണോ അങ്ങനെ ഏത് അളവാണെന്നൊരു പിടിയും കിട്ടിയിട്ടില്ലേ. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിലൂടെ നേരിട്ട് വരാൻ സാധിച്ചില്ല, അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. എന്താണെങ്കിലും ചില കാര്യങ്ങൾ ഞാനും നാദിർ ഷായും കൂടി അമേരിക്കയിൽ ഞങ്ങൾ ഷോയ്ക്ക് പോയി ജറാമേൻ്റെ കൂടെ. അന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അമേരിക്കയിൽ മുങ്ങിയാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അതിനുശേഷം അപ്പം ഞാനൊരു സിനിമയിൽ മുഖം കാണിച്ചിട്ട് അപ്പം ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിഷ ഒരു സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്, നമുക്ക് 1 വർഷം കൂടി അവിടെ നിന്നിട്ട് അത് വർക്കൗട്ടായില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഓക്കേടാ എന്നാൽ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് പറഞ്ഞാലും അവനെതിരുവായില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷെ ആ 1 വർഷത്തിനിടെ മാറ്റങ്ങളുണ്ടായി. ഞാൻ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ അഭിനയം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാത്രിയാണ് ഞാൻ നാദിർ ഷായുടെ വീട്ടിൽ കയറി ചെല്ലുന്നത്. നാദിർ ഷായുടെ വീട്ടിൽ കയറി ചെന്ന് ഉമ്മോട് പറഞ്ഞു, ഞാൻ മോനെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം എവിടേക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ സിനിമയിലേക്ക്. അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ ശരിക്കും ഒരു വേഷം ചെയ്തത് നാദിർ ഷായാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ ദിലീപിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഒരു പക്ഷേ നാദിർ ഷായെക്കുറിച്ച് നാദിർ ഷായുടെ ഭാര്യയ്ക്ക് പോലും അറിയുണ്ടാവില്ല. പല കാര്യങ്ങളും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ദിലീപ് ഒരു കാര്യങ്ങളും പുറത്ത് പറയില്ലല്ലേ? ഇല്ല, നല്ല കൂട്ടുകാരനാണ്. ആണോ? ഇന്നേ വരെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടില്ല ഇവനക്കൊരു പണി കൊടുക്കണം എന്നുള്ളത്? ഏയ്, തിരിച്ചുമില്ല.
ഇല്ല കാരണം പറഞ്ഞാൽ അവനറിയാം പല കാര്യങ്ങളും ഞാനും പറയുന്നുള്ളത്. അതിന്റെ പേരിൽ പറയും. അതിന്റെ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞ ഞങ്ങൾ ചുമ്മാ ഒന്നുമല്ല, ഞങ്ങൾക്ക് അറിയാം ശരിയായിട്ട് പറഞ്ഞത്. അത് വിട്, ഇനി അങ്ങനെ പറഞ്ഞൊരു ഊരാൻ വേണ്ടി ശ്രമിക്കണ്ട. അപ്പൊ രണ്ടുപേരുടെ മനസ്സിലും എതിരെയുള്ള ഒരു ടൈം ബോംബുകൾ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, നമ്മളത് വിട്ടു. പൊട്ടിച്ചാൽ തിരിച്ചു പൊട്ടിക്കാനായിട്ടുള്ള സാധനം രണ്ടുപേർക്കും ഉണ്ടേ. അതാണ് പ്രശ്നം. ഇത് ഈ ശീതകാലഘട്ടത്തില് ശൈത്യ യുദ്ധത്തിന്റെ കാലത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിൽ ബോംബുകളുണ്ട്. അപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ളൊരു ഒരു ടെർമിനോളജി ഇന്റർനാഷണൽ പൊളിറ്റിക്സിലുണ്ട്. അപ്പൊ അങ്ങനെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള ഒരു ബാലൻസ് ഓഫ് പവറിലൂടെയാണ് ദിലീപും നാദർഷയും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല സാർ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, നല്ല സുഹൃത്തുക്കൾ തമ്മിൽ. നിങ്ങളെ തമ്മിലൊന്ന് തെറ്റിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഏതായാലും തെറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡിൽ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, എടാ നീ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ മറ്റാൾ പറയണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല, അതിനു മുമ്പ് തന്നെ മറ്റാളുടെ അടുത്ത് പറയാം, അവനൊരിക്കലും അങ്ങനെ പറയും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ എത്രയോ പ്രാവശ്യം. പക്ഷെ അങ്ങോട്ട് എത്തുമല്ലോ. ഇപ്പം ദിലീപിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഒരിക്കലും അവനങ്ങനെ പറയില്ല, വെറുതെ അതിനെപ്പറ്റി പറയണ്ട. കാരണം ഏത് ലാംഗ്വേജ് വരെ പോകും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മളെക്കുറിച്ച് സംസാരിക്കണമെന്ന് അറിയാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും, അല്ലാണ്ട് അതിനൊരു തേർഡ് പേഴ്സൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ദിലീപ് പറഞ്ഞതിലേക്ക് വരാം. അതായത് അമേരിക്കയിൽ മുങ്ങാൻ വേണ്ടി അങ്ങനെ വരെ ആലോചിച്ച ഒരാളാണ് നാദിർ ഷാ. അമേരിക്കയിൽ മുങ്ങാൻ ഞാൻ മാത്രമല്ല അവനും ആലോചിച്ചത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ജയറാമേട്ടൻ്റെ കൂടെ ഷോയ്ക്ക് പോയതാണ് 94-ൽ. അന്ന് ഭരതൻ സാറായിരുന്നു ഡയറക്ടർ, ഷോയുടെ ഡയറക്ടർ. ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്നു, നെടുമുടി വേണിച്ചേട്ടൻ, ലെജൻസ് ആയിരുന്നു കൂടെ. അതിനിടയിൽ മിമിക്രി ആയിട്ട് പോയത് ഞാനും ദിലീപ്, കെ.എസ്. പ്രസാദ്, ഞങ്ങൾ 3 പേരും മിമിക്രിക്കാർ. അവിടെ നിന്ന് ചെന്നു, എല്ലാം കഴിഞ്ഞു, ഷോയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുന്നതാണ്, ഇനി ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള ധാരണ ഞങ്ങൾക്കൊന്നുമില്ല. ഈ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്ഥലമാണത് എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ജീവിതം രക്ഷപ്പെട്ടു എന്നൊരു ധാരണ. ജീവിതം രക്ഷപ്പെട്ടു. അമേരിക്കയിൽ എത്തിയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ചിലപ്പോൾ നമ്മുടെ പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ അമേരിക്കയിൽ വരെ ചെന്നല്ലേ, എന്നിട്ട് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ച് അവിടെ ഉള്ളടത്ത് നിൽക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനം, നമുക്ക് അതിന് ഉത്തരം പറയാനുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആലോചിച്ചു. പിന്നെ അത് തന്നെയല്ല, അവിടുത്തെ പല ആൾക്കാരും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല. ആ സമയത്ത് പലപ്പോഴും പല കല്യാണാലോചനകളുമായിട്ട് വന്ന്, നിങ്ങൾക്ക് ഇവിടെ കൂടാൻ പാടില്ലേ, നമ്മൾ പെണ്ണൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ സെറ്റ് കാര്യം നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ആൾക്കാരും സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ശരിയാണ്, ഇവിടെ ഉള്ളിടത്തും കൂടാ, കാരണം നാട്ടിൽ ചെന്നിട്ട് ഈ മിമിക്രിയും പാരഡിയൊക്കെ എഴുതിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. അങ്ങനെ തീരുമാനിച്ചു. 2 പേരും മുങ്ങാൻ. എനിക്ക് ഒരു പെട്രോൾ പമ്പിലും ജോലി കിട്ടി, അവന് ഒരു റെസ്റ്റോറൻറ്റിലും, ദിലീപിന് അതൊരു സണ്ണി മാളിയേക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം അദ്ദേഹമാണ് ഇത് അറേഞ്ച് ചെയ്തത്. നാദർ ഷാ ഒരാൾക്ക് പെട്രോൾ പമ്പ്, ഒരാൾക്ക് മറ്റേ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ നിന്നു. അങ്ങനെ എല്ലാവരും എയർപോർട്ടിലേക്ക് തിരിച്ച് കയറി പോരാന്ന സമയത്താണ് ഞാൻ ദിലീപിൻ്റെ അടുത്ത് ചോദിച്ചേടാ ഒരു പണി ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടല്ല, ഞങ്ങളിവിടെ നിൽക്കുകയല്ലേ, ഒരു സങ്കടമുണ്ട് എല്ലാവരും കയറി പോകുമ്പോൾ അവിടെ നിൽക്കാനായിട്ടുള്ള. ഞാൻ വെറുതെ ചോദിച്ചു ഇവനോട്, നമ്മൾ പെട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, കാരണം റൂം വെക്കറ്റ് ചെയ്ത് വന്നേക്കാണ്, നമുക്കൊരു നാട്ടിലേക്ക് തിരിച്ചു പോയാലോ. അപ്പോൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്കൊരു പണി ചെയ്യാം, 1 വർഷം നാട്ടിൽ പോയി നിൽക്കാം, എന്തെങ്കിലും ആകാൻ പറ്റിയില്ലെങ്കിൽ ഇതേ സണ്ണിച്ചാൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഞങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലി തരുമോ. ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അന്ന് വേണമെങ്കിൽ 1 വർഷം വേണമെങ്കിൽ നാട്ടിൽ ചെന്ന് നോക്ക്, നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. അഥവാ സണ്ണിച്ചായം പറയുകയാണ്, നിങ്ങൾ ഇനി പോയാൽ തിരിച്ചു വരാൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ വേണേ അവിടെ കുടുങ്ങിയേനെ. അവിടെ തന്നെ നാദിർ ഷാ, ദിലീപ് എന്ന 2 ഒരുപക്ഷെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റേസറിൽ രക്ഷപ്പെട്ടതാണല്ലേ. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ അവിടെ നിന്നെങ്കിൽ ഇപ്പോഴും കുറച്ച് നാളൊക്കെ നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ സാർ. ഇതാണ് മാനത്തെ കൊട്ടാരം, ഞാൻ ആദ്യം പാടിയ പാട്ടുണ്ട്. നാദിർ ഷാ പല ഉടായ്പകളും നാദിർ ഷാ പയറ്റിട്ടുണ്ട്. പയറ്റാത്തൊരു ഉടായ്പില്ല. ഉടായ്പ എന്നുള്ളത് പോസിറ്റീവ് അർത്ഥത്തില്ല കേട്ടോ, ആ രീതിയിലേ കാണാവുള്ളൂ. സാർ എന്ത് ഉദ്ദേശിച്ചത്? നാദിർ ഷാ കൈവെക്കാത്തൊരു മേഖലയില്ല, എല്ലായിടത്തും ഉണ്ട് നാദിർ ഷാ. ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരൻ്റെ തീഷ്ണമായിട്ടുള്ള ഒരു അഭിവാഞ്ച, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളതിൻ്റെ
അതെല്ലാം നാദിർഷയുടെ പ്രവർത്തനത്തിലുണ്ട്. ഒരു അറപ്പോ മടുപ്പോ നാദിർഷയ്ക്ക് ഉണ്ടായിട്ടില്ല. ശരിയാണ്. അത് എന്താ പറയുക, നമ്മൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പല വള്ളത്തിൽ കാലുകുത്തിയാണ് എൻ്റെ പാട്ട്, മിമിക്രി, പിന്നെ പാരഡി, പിന്നെ എന്താണ്, അങ്ങനെ പല മേഖലകളിൽ കാലുകുത്തി. എൻ്റെ അടുത്ത് പല വള്ളത്തിൽ കാലുകുത്തി പോകുന്നതിനേക്കാൾ നല്ലത് ഒരു വള്ളത്തിൽ പോകുന്നല്ലേ എന്ന് വെച്ചു. ഞാൻ തീരുമാനിച്ചതിനെ പല വള്ളങ്ങളിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വലിയ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ആ ചങ്ങാടം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫാണ്. നമ്മൾ വലിയ കപ്പൽ അല്ല, എല്ലാ പല വള്ളങ്ങൾ കൂട്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ചങ്ങാടം ഉണ്ടാക്കാം. അതിനകത്ത് ആരെ വേണമെങ്കിലും കയറ്റി നമുക്ക് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. മൊത്തം ആൾക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ചങ്ങാടം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സേഫ്. ഒരു സന്മനസ് കാരണമാണ് അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചത്. അല്ലാതെ നമുക്ക് ഏത് മേഖലയാണ് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നത് അറിയാത്തതുകൊണ്ടല്ല. ഒന്നുമല്ല സാറേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ആ മേഖലയിൽ നമ്മൾ രക്ഷപ്പെട്ടു. വരട്ടെ. ഈ ഒരു കലാകാരിയെ നാദിർഷയ്ക്ക് നന്നായിട്ട് അറിയാം. നാദിർഷക്ക ഇക്കയാണ് എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഒരു ഗോഡ് ഫാദറായിട്ട് ഞാൻ കാണുന്നു. ഇപ്പം അവതരണത്തിൻ്റെ കാര്യമാണെപ്പോലും ആദ്യം ക്യാമറ എന്ന് അതിൻ്റെ മുൻപിൽ എങ്ങനെ സംസാരിക്കണം പേടിച്ച് നിൽക്കുന്ന എന്നെ ഡും 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 PPP, അതാണ് കൈരളിയിലെ ഫസ്റ്റ് ഷോ എന്നെ അവതരിപ്പിക്കുന്ന ഇക്കയുടെ കൂടെയാണ്. സ്റ്റേജ് ഷോസിനാണെങ്കിലും വെളിനാട്ടിൽ പോയത് ഒക്കെ മെഗാ ഷോ ആദ്യമായിട്ട് കണ്ടത് ഒക്കെ ഇക്ക വഴിയാണ്. അതേപോലെ തന്നെ ഇപ്പം ഇക്കയുടെ ആദ്യത്തെ സിനിമയിൽ ഇക്കയുടെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് നിന്ന ഏലൂർ ജോർജ് ഏട്ടൻ, ഷിയാസ്ക്ക, വിനോദ് കെടാമംഗലം, അങ്ങനെ ഒരുപാട് പേർക്ക് എന്നോട് പറഞ്ഞു നിനക്ക് ഒരു ഫീമെയിൽ സോങ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ തന്നേനെ. അങ്ങനെ ഇക്കാൽ സാധിക്കുന്ന വിധം എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് എല്ലാവരും വേണം എന്നുള്ളൊരു ഇത് ഇക്കയുടെ മനസ്സിൽ. അങ്ങനെയൊന്നും എല്ലാവരും ചെയ്യണമെന്നില്ല. കാരണം ഒരെന്ത് വരുമ്പം കൊടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കണമെന്നൊന്നും പലരും ആ സമയത്ത് ഓർക്കണമെന്നില്ല. ഇതൊക്കെ ഇക്കയുടെ വലിയൊരു പ്ലസ് പോയിന്റ്. ഇതിനൊക്കെ എങ്ങനെ സാധിക്കും? റിമി ടോമി, ഞാൻ നാദിർഷയെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ പാവാടം ബ്ലൗസ് ഇട്ട് ഒരു ഗുണ്ടുമണി പോലെ നിൽക്കുന്ന റിമി ടോമിനെ ഇടത് നിർത്തിക്കൊണ്ട് നാദിർഷയുടെ ഡുണ്ടുണ്ടും PPP, നല്ല പേരായിരുന്നു നടന്നല്ലേ, ഡുണ്ടുണ്ടും PPP. ഒരു വിസിലൊക്കെ ശബ്ദമുള്ള ഒരു ടൈറ്റിൽ സോങ് അല്ലേ? ആ ടൈറ്റിൽ സോങ് ഒക്കെ അന്ന് ഞാനാണ് ഉണ്ടാക്കിയത്. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഞങ്ങളുടെ ഈ ഡും 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 എന്ന ഈ എളിയ സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. അന്ന് എനിക്ക് ഈ ഡുണ്ടുണ്ടും PPP പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് റിമി ഗാനമേളയ്ക്ക് ഏലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗാനമേളയ്ക്ക് വന്ന് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 500-ൻ്റെ ബൾബിൽ നിന്ന് പാടുന്നൊരു പെൺകുട്ടി, അത്യാവശ്യം നന്നായിട്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്നൊരു പെൺകുട്ടി. അപ്പോൾ ഞാനോ എൻ്റെ സ്വന്തം നാട്ടിലെ എൻ്റെ പേരിൽ ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിപ്പുണ്ട്. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ച് സ്റ്റേജിൽ കയറി പാടാൻ പറയും. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോയില്ല. ഞാനൊരു തുണ്ട് പേപ്പറിൽ ഒരു കുറിപ്പ് കൊടുത്തുവിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അതിന് പാടുന്നത് ജോജി എന്ന് പറയുന്നത്. ഈ ജോജി എന്ന് പറയുന്ന സിംഗറുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ അടുത്ത് നാളൊന്ന് വിളിക്കാൻ പറ, എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞിട്ട് തുണ്ട് പേപ്പർ ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എന്തായിരുന്നു നല്ല മിമിക്രി താരം കൂടെ അല്ലേ? അല്ല, ശരിക്കും അതായത് പിന്നെ ഡുണ്ടുണ്ടും PPP ഒരു പാവാടയും ബ്ലൗസും ഇട്ട് വന്ന ഒരു നാടൻ പാലക്കാരി റിമി ടോമി എങ്ങനെയാണ് തരുന്നു? അത് വരട്ടെ, സ്റ്റാർട്ട് ചെയ്യും ആക്ഷൻ. അത് ശരിക്കും നമ്മളുടെ ട്രിവാൻഡ്രം അവിടുത്തെ സ്റ്റുഡിയോയിൽ ഈ കോൾസ് നമുക്ക് വരുന്നതിന് മുമ്പ്, ഒറിജിനൽ കോൾസ് പുറത്തുനിന്ന് വരുന്നതിന് മുമ്പ് റിഹേഴ്സൽ കോൾസ് ഉണ്ടായിട്ട് റിഹേഴ്സൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്രൂസ് തന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും, ഈ പ്രോഗ്രാം എങ്ങനെ പോകുന്ന ഒരു പിടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിന്നു. റീമി എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാനിങ്ങനെ നിന്നിട്ട് നമസ്കാരം, ഡുണ്ടുണ്ടും PPPയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്ന്. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ക്യാമറമാൻ അവിടെ നിന്നിട്ട് അല്ല ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവള് എന്നാ ചേട്ടായി എന്നെ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് തന്നീ പാലക്കാരിയുടെ സംസാരം ഇത് എന്താവോ. പക്ഷെ അതിനകത്തൊരു രസമുണ്ട്. ഈ സ്ഥിരം പറയുന്ന നമസ്കാരം നിങ്ങളിലേക്ക് ഇങ്ങനെ പറയാതെ വളരെ എന്നാ ചേട്ടാ എന്നെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ആ റിമിയാണ് ഇന്ന് വേദികളിൽ പൂത്തുലയുന്നത്. അത് നമുക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ക്യാമറ അവൾക്ക് പുഷ്പം, ക്യാമറ എന്ന് പറയുന്ന സാധനം മൈൻഡ് ചെയ്യാറില്ല. അത്രയും വളരെ അതിഷ ആ ഒരു എത്രയോ ഒരുപക്ഷെ
ഒരു ഒന്നര പതിറ്റാണ്ടായിട്ടുണ്ടാവും, ഒരു 12-13 വർഷമായിട്ടുണ്ടാവും. ആ 13 വർഷം മുമ്പ് നാദിർ ഷാ നൽകിയ ആ ഒരു പരിഗണനയും സ്നേഹവും ഒരുപക്ഷെ റിമി ഇന്നും മറന്നിട്ടില്ല. നാദിർ ഷാനെ ആ ഇക്കയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് പുണ്യങ്ങൾ നാദിർ ഷായ്ക്ക് നേടിത്തന്നിട്ടുണ്ടല്ലേ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ആർട്ടിസ്റ്റുകളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ മുഖേന ഇപ്പം ഞാൻ ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ട്രൂപ്പിൽ പാടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് പാടുന്നൊരു കുട്ടിയെ ഞാൻ കണ്ടെത്തി. ആ കുട്ടിയെ എനിക്കും കൂടി ആവശ്യമുള്ളതിൻ്റെ പേരിൽ കൊണ്ടുവന്നതാണ്. ഞാൻ നാദിർ ഷായെക്കുറിച്ച് ചില ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു. വെറുതെ നമ്മളൊരു കൗതുകം ഉണ്ടല്ലോ. നാദിർ ഷായെ നമ്മൾ പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും പല ആൾക്കാരോടും നമ്മളിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായം ചോദിക്കുക എങ്ങനെയുണ്ടാണെന്ന്. നാദിർ ഷായെക്കുറിച്ച് എനിക്ക് ആര് പറഞ്ഞെന്ന് ഞാൻ പറയില്ല, പൊതുവേ കിട്ടിയ അഭിപ്രായങ്ങളെ സംശീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നാദിർ ഷാ വലിയൊരു സൗഹൃദ നിരയുള്ള ആളാണ്. 2, എല്ലാ ബന്ധങ്ങളെയും വിളക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു പീസ് ലവറാണ്. ഒരിക്കലും ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. ഒരു സൗഹാർദ്ദവും ഒരു സാഹോദര്യവുമാണ് ഒരുപക്ഷെ നാദിർ ഷായുടെ മുഖമുദ്രയായിട്ട് ആൾക്കാർ പറയുന്നൊരു കാര്യം. ഇത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണോ പിന്നീട് ആർജിച്ചതാണോ? സുഹൃത്തുക്കളും ഇതൊക്കെ തന്നെ നമ്മളൊരു ബലമാണ്. അപ്പം ഈ മാക്സിമം ഒരാളെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാമെന്ന് പറയുന്ന കാര്യമുള്ളൂ. അതിനെ പക്ഷേ ഇത് എങ്ങനെ നടക്കുന്നു എന്ന കാരണം ഞാൻ ഉള്ള കാര്യം പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമ കലാലോകമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ വനാന്തരത്തിൽ പെടുന്ന പോലെയാണ് സിനിമ. എന്ന കാരണം വെച്ചാൽ ഒരുപാട് വന്യമൃഗങ്ങളാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം കലാകാരന്മാർ അല്ലെങ്കിൽ വളരെ ശുദ്ധഹൃദയരാണെന്നുള്ളതാണ്. ഇങ്ങനെ എനിക്ക് നാദിർ ഷാ പറയുന്നത് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഈ ഒരു മറുപടിക്ക് വേണ്ടി എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അല്ലാണ്ട് കലാകാരന്മാർ കാട്ടാളന്മാരൊന്നുമല്ല. അവർ ശുദ്ധഹൃദയമാണ് സാർ. വളരെ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും. അതന്നെ ഞാൻ പറയുന്നത്. അതേ ഉള്ളൂ. നാദിർ ഷാ ഏറ്റവും കൂടുതൽ പാരകളും പണികളും ഉള്ളൊരു മേഖല കൂടിയാണ് കലാരംഗം, അല്ലെന്ന് പറയാൻ പറ്റുമോ? പാരാന്നല്ല, ഇപ്പം നമുക്ക് ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ കൈയും കാലിട്ട് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ പെടലിക്ക് ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കും. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ ഒരു പോസിറ്റീവ് വശമാണ് നാദിർ ഷാ കാണുന്നത്. അത്രേ ഉള്ളൂ. അയാളുടെ നിവൃത്തികേട് കൊണ്ട് അയാൾ ചെയ്തു പോകുന്നതാണ്. അതെ. എന്തൊരു മഹാമനസ്കരാണ് ഈ നാദിർ ഷാ. വരാണ് ജനപ്രിയ സംവിധായക, നമസ്കാരം. ഇക്ക അങ്ങനെ ഒരു പേര് വീണ കാര്യം അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? അറിഞ്ഞോ? നമ്മുടെ ദിലീപേട്ടന് ജനപ്രിയ നായകൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സിനിമ ഇത്ര ഹിറ്റായതിനു ശേഷം നമ്മുടെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം ഇക്കിട്ടിരിക്കുന്ന പുതിയ പേരാണ് ജനപ്രിയ സംവിധായകൻ. എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം കൊണ്ടും ഇക്ക ക്യാപ്റ്റാകുന്ന പേര് തന്നെയാണ്. നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറായ സലിംകുമാർ, സലിമേട്ടനടക്കം ഒരുപാട് പേർക്ക് ഒരു പുതിയ വഴി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം തുറന്നു കൊടുത്ത ഒരാളാണ് നാഷിക. സലിമേട്ടൻ, റിമി ടോമി, അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ചുരുക്കം പേരെ ഉള്ളുവെങ്കിലും മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരെ എനിക്കടക്കമുള്ള ഇക്കയുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാൾക്കൊരു നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് നാളെ ദൈവം ഒരു നല്ലത് തരുമെന്നുള്ളത്. അതിൻ്റെ ഒരു നന്മയായിരിക്കാം അമർ അക്ബർ അന്തോണിയിലൂടെ ഇക്കയ്ക്ക് തന്നത്. ഷാജോൺ, ഈ കൊടുത്ത വാത്സല്യവും സ്നേഹവും അല്ലെങ്കിൽ സത്കർമ്മങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം ലഭിക്കാൻ വേണ്ടി അല്പം വൈകിപ്പോയോ നാദിർ ഷാ? വൈകിട്ടൊന്നുമില്ല, കറക്റ്റ് സമയം. ആടാ, എന്താ കറക്റ്റ് ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സിനിമ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു നല്ല സിനിമ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിട്ടുന്ന ഈ അംഗീകാരം ജനപ്രിയ സംവിധായകൻ ഉള്ള ഈ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നല്ല സിനിമ ചെയ്തു അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു സിനിമ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ അമർ അക്ബർ അന്തോണി, അത് കാണുന്ന എല്ലാ പ്രേക്ഷകനും പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലുമില്ല ഞങ്ങൾക്ക് പറയാൻ. വളരെ പോസിറ്റീവായിട്ട് പറയുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ പഠിക്കാനുണ്ടായിരുന്നു സാർ. ഞാനൊക്കെ ആദ്യം കുറേ വർഷം മുമ്പ് ഞാൻ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഔട്ടായി വീട്ടിലിരുന്നേനെ. ഒരു വളരെ പ്രസക്തമായൊരു പോയിന്റാണ്. വേണമെങ്കിൽ അല്പം ആർത്തിയും ആക്രാന്തവും കാണിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ നാദിർ ഷായ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ സിനിമ സംവിധാനം. പിന്നെ എത്ര വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അന്നത്തെ പ്രൊഡ്യൂസേഴ്സ്, വളരെ എന്താ പറയുക, മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും എന്താ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് എനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ ഉൾപ്പെടെ. ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ വന്നിട്ടുണ്ട്,
പിന്നെ കിരീട ഉണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സിനിമ ചെയ്യാൻ പറയുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല അസോസിയേറ്റ് വേണ്ടി വരും, നല്ലൊരു എഡിറ്റർ വേണ്ടി വരും. അന്ന് ഇവരും പറഞ്ഞു നാദർഷ, ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ അറിയാൻ പാടില്ല, അല്ല നല്ലൊരു എഡിറ്റർ തരാം, നല്ലൊരു അസോസിയേറ്റിനെ കൂടെ തരാം, നിങ്ങൾക്ക് ചെയ്താൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങളുടെ ഓഡിയോ കാസറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സെൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ കുഴപ്പം, ഒരു അസോസിയേറ്റ് ഡയറക്ടറെയും ഒരു എഡിറ്ററെയും തരാൻ നിങ്ങളൊരു സിനിമ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നിലല്ല വിശ്വാസം, അവർ കൂടി ഉള്ളതിൻ്റെ പേരിൽ ഈ സിനിമ സംഭവിക്കുന്നു എന്നുള്ള, ഇവരുടെ സഹായം ഇല്ലാതെ എന്ന് സിനിമ ചെയ്യാൻ പറ്റും അന്ന് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതായത് എന്താണെങ്കിലും അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററും നമുക്ക് വേണം, സിനിമയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ഈ പറച്ചിൽ ഇല്ലാത്ത, അവന് കഴിവുണ്ട്, അവൻ തന്നെ ചെയ്തതാണ്, അവൻ ചെയ്യും, ഇപ്പം ചെയ്യാൻ. അത് ഇങ്ങനെ ഒരു മനസ്സ് ഒരുപക്ഷെ വളരെ അപൂർവം പേർക്കേ ഉണ്ടാവുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം കിട്ടുന്നൊരു അവസരം നാളെ ഉണ്ടാകില്ല എന്നൊരു ധാരണയിൽ എപ്പോഴും കിട്ടുന്ന അവസരം മുതലാക്കണം. അതായത് ആരോ പറഞ്ഞ പോലെ അവസരങ്ങളൊന്നും കളയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നൊരു പാഠം. അപ്പോൾ വന്നിരിക്കുന്ന അവസരങ്ങളെല്ലാം കളഞ്ഞ ശേഷം എപ്പോഴെങ്കിലും ആദർശിച്ചിട്ടുണ്ടാവില്ലേ, ശേ അന്നത് എടുക്കാമായിരുന്നു. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കോടികൾ ചിലവാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതറിയാൻ പാടില്ലാതെ ഞാൻ കയറിയിട്ട് ചെയ്യാമെന്ന് ഏൽക്കുന്നത് ആ പ്രൊഡ്യൂസറോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയാണ്. 2-3 വർഷം മാത്രം സിനിമയിൽ വന്ന് ഒരു അസിസ്റ്റൻറ്റും പിന്നീട് അസോസിയേറ്റുമായി നേരെ സംവിധായകനായിട്ട് എത്രയോ ആൾക്കാർ, പിന്നെ ഇതൊന്നും ചെയ്യാതെ നേരെ വന്ന് സംവിധാനം ചെയ്ത് എത്രയോ ആൾക്കാർ പ്രശസ്തിയിലേക്കും പ്രാഗൽഭ്യത്തിലേക്കും പദവിയിലേക്കും അംഗീകാരത്തിലേക്കും പ്രയാണം ചെയ്തിട്ടുണ്ട്. 2 വ്യാഴവട്ടക്കാലം സിനിമ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിഹരിച്ച നാദിർഷ എന്തിനാണ് അവിടെ അമാന്തിച്ചു നിന്നത്? ഇതറിയാവുന്നതിൻ്റെ പേരിലാണ് സർ, സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിലാണ് അമാന്തിച്ചത്. ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ചാടി പറിച്ച് ഇറങ്ങിയ കേരള എക്സ്പ്രസിന്റെ മുകളിലേക്ക് ചാടാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. അതല്ലേ ആര് അത് സമയത്ത് വന്ന് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ കയറിയാൽ മതി എന്ന് വിചാരിച്ചു. അത് മതി. കാരണം ഇപ്പോഴാണ് ഈ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ദിലീപ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു, എടാ നീ ഒരു പടം ചെയ്യേ, നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വന്നിട്ട് നമുക്ക് പടം ചെയ്യാം, നീ വെറുതെ ഇങ്ങനെ ഈ ഗാനമേളയും മിമിക്രിയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കുറച്ച് ദിവസം അതിൽ നിന്നൊക്കെ മാറി എന്നിട്ട് ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ വരും, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൻ്റേതായ കൃത്യമായിട്ടൊരു സമയത്ത് എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. ഇത് കറങ്ങിത്തിരിഞ്ഞ് 2 പിള്ളേരുടെ അടുത്തുനിന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ആരും അറിയപ്പെടാത്ത 2 പേര് വന്നു. ആ 2 പിള്ളേർ ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു നാദിർഷയുടെ പ്രതികരണം? ഒന്ന് നെറ്റ് ചുളിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ അടുത്താണ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാട് പുതിയ പിള്ളേർ വരട്ടെ. ഇക്ക നമസ്കാരം. ഇക്ക കുറേ നാളായിട്ട് ഇക്കനോട് ചോദിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് 2 പേർക്കുള്ളൊരു ഡൗട്ടാണ്. ചോദിക്കട്ടെ? നീ ചോദിക്കും. അതിക്ക ഞങ്ങൾ ഈ സിനിമയായിട്ട് വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത 2 പിള്ളേർ വന്ന് ഇക്കാനോടൊരു സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇക്ക ഞങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ സിനിമയാക്കാന്ന് പറഞ്ഞ് ഇക്ക ഇറങ്ങിയത്, അതൊന്ന് പറയുക. വല്ലാത്തൊരു പഹയന്തനെ കേട്ടോ ഈ നാദിർഷ. അതല്ലെങ്കിൽ ഈ നരന്ത് പിള്ളേർ വന്നിട്ട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ സാധാരണ ഒരു തട്ട് ഇടത് കാലം വെച്ചൊരു തട്ട്, വലത് കാലം വെച്ചിട്ടൊരു തൊഴി, ഇതൊക്കെയാണല്ലോ സിനിമയിൽ പല ആൾക്കാരും ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നാദിർഷ പറഞ്ഞേക്കരുത് കേട്ടോ. അതല്ല, ഇടതുകാലം വെച്ച് തട്ടി വലതുകാലം വെച്ച് തൊഴിച്ചു എന്നൊക്കെ പറയുന്ന ഉണ്ടായിരിക്കാം. പക്ഷേ ഇവരുടെ കയ്യിൽ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ട് സർ. ഡിസ്കഷൻ സമയത്തും പലപ്പോഴും പല സുഹൃത്തുക്കൾ പല കഥകൾ പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കൈകളിൽ ഭദ്രമാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ തപ്പി നടന്നപ്പോൾ ഇവരൊന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് പുതുമയുണ്ട്, ഇതിനകത്ത് തമാശകളുണ്ട്. പക്ഷെ ആദ്യം ഒന്ന് വലിഞ്ഞു 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഒരു തടയിട്ടു. 10 മിനിറ്റ് അത് എവിടെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തേക്കാണ്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് മോനെ ഒരു 10 മിനിറ്റ് സമയം, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് പറ്റില്ലിക്ക, ഞങ്ങൾക്ക് ഒരു 2-3 സീനെങ്കിലും ഞങ്ങൾ വായിക്കും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി വായിക്കാം, എന്തെങ്കിലും ആകട്ടെ. ഇവർ ഒരു 3 സീൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചെല്ലേണ്ട സ്ഥലത്ത് വിളിച്ചു പറഞ്ഞ് ഹലോ സഹോദരൻ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താം, കാരണം ഞാനിവിടെ ഒരു പടത്തിന്, കാരണം എനിക്ക് കിട്ടേണ്ട സാധനം ഇവിടെ എൻ്റെ തൊട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് തേടി കിടന്നൊരു സാധനം ഞാൻ കണ്ടെത്തി. 3 സീൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കാമ്പും കഴമ്പുണ്ടെന്നുള്ളത്. അതിന് നമുക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണ്ടേ, ഇവരുടെ അടുത്ത് സ്റ്റഫുണ്ട്, എനിക്കുള്ള ഭക്ഷണം ദാ എത്തിയിട്ടുണ്ട് മുമ്പിൽ, ഇനി അത് കഴിച്ചിട്ട് പോയാൽ മതി, അതിന് ബാക്കി
സംഭവിക്കുന്നതൊക്കെ അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഒരു ആശങ്കകളും പിന്നീട് ഉണ്ടായില്ല. അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. താൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് എന്ന് അവിടെ തീരുമാനിച്ചു. ഞാൻ അവിടെ നിന്ന് ഇവർ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കൈ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പടം ഇതാണെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്നത്. വരട്ടെ. നാദിർഷയെ ദിലീപിനെയും മിമിക്രി കലാകാരന്മാരായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു പാരഡി പാട്ടുകാരൻ, ഒരു മിമിക്രിക്കാരൻ, അഭിനയിക്കാൻ നടന്ന ഒരാൾ, അങ്ങനെയൊക്കെയാണ് മിമിക്രി കലാകാരനായിട്ടുള്ള നാദിർഷയുടെ തുടക്കം. ഇതിനകത്തൊരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ സംവിധായകനാകാൻ വേണ്ടി സഹസംവിധായകൻ ആയി കമലിനോടൊപ്പം വർക്ക് ചെയ്തയാളാണ് ദിലീപ്. ദിലീപ് പക്ഷേ 1-2 സിനിമകൾക്ക് ശേഷം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ നായകനായി, മലയാളത്തിലെ സൂപ്പർ താരമായി, സൂപ്പർ നായകനായി ഇന്നും മലയാളത്തിൽ വലിയ വിജയങ്ങൾ കൈയടക്കി മുന്നേറുകയാണ്. എന്നാൽ നടനാകാൻ വന്ന നാദിർഷ, സിനിമയിൽ അഭിനയിക്കാൻ വന്ന നാദിർഷ അവസാനം കറങ്ങിത്തിരിഞ്ഞ് സംവിധായകനായി മാറി. അപ്പോൾ സംവിധായകനാകാൻ വന്ന ദിലീപ് നായകനാവുകയും ഒരു നായകനാകാൻ വന്ന നാദിർഷ സംവിധായകനാവുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു 2 സുഹൃത്തുക്കളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം ഭയങ്കര രസകരമാണ്. ഒരു വൈരുദ്ധ്യം സംഭവിച്ചിരിക്കുന്നു. ഇക്ക പറഞ്ഞപ്പോഴും കറക്റ്റാണ്. അത് ശരിക്ക് ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നല്ല. കറക്റ്റാണ്. നാദിർഷയ്ക്ക് ഒരു നടനാകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ നടനാകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മനസ്സിൽ 99% ആളുകളുടെയും ഇടയിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹമുണ്ട് സർ. ബാക്കി 1% ഉള്ളൂ ഇങ്ങനെ അഭിനയിക്കേണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ ആ 1% പറയുന്നത് നുണയാണ്. അപ്പോൾ 100%ആയി. 100% ആൾക്കാർക്കും സിനിമാ നടനാകാൻ, സിനിമയിൽ വന്ന് അതിൻ്റെ പോപ്പുലാരിറ്റി അത് ആസ്വദിക്കാനായിട്ടുള്ള, അതിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാനായിട്ടുള്ള ഒരു. നാദിർഷ ഒരു നടനായിരുന്നെങ്കിൽ വേണമെങ്കിൽ സിനിമ സംവിധാനം ചെയ്യില്ലായിരുന്നു. ഞാനാ ഒരു തിരക്ക് പിടിച്ച ദിലീപിനെ പോലെ തിരക്ക് പിടിച്ചൊരു നടനായി മാറിയിരുന്നെങ്കിൽ ആലോചിക്കില്ല. അതായിരുന്നു താങ്കളുടെ ആദ്യത്തെ മൈൽ സ്റ്റോൺ. അതെ, ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ചാൻസ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ പറഞ്ഞു, അഭിനയിക്കില്ല എന്ന് മാത്രമല്ല, നിന്നെ ക്യാമറയുടെ മുമ്പിൽ കൂടി ഒരു പാസ് ചെയ്യിപ്പിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും പാസ് ചെയ്യിപ്പിക്കില്ല, ആര് പാസ് ചെയ്യിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു? കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഏതൊരു ഗൾഫ് ഷോയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ല. അതിൻ്റെ കാര്യം സാധാരണ നാദിർഷയ്ക്ക് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാ ആൾക്കാരെയും ഒന്ന് കൈകാര്യം ചെയ്യുന്നതിൽ ഇല്ല സാർ. ആ ഗൾഫ് ഷോയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരവ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാൻ പറ്റില്ല. നല്ല ഷേപ്പിൽ തിരിച്ചു വരാൻ പറ്റുന്ന ആ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അന്നും ഇപ്പോഴും ഞാൻ ഒരു ഷോയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കും. ആദ്യത്തെ ചോദ്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഷോയ്ക്ക് ആരൊക്കെ ഉണ്ട്? അപ്പം ലിസ്റ്റ് പറയുമ്പോൾ തന്നെ ഞാൻ പറയും, എനിക്ക് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ താല്പര്യമുണ്ട്, ഞാൻ വരാം. ഈ 2 കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടത് കൂടെ ആരൊക്കെ. കാരണം നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമാണ് ഒരു ഷോയുമായിട്ട്. ഇതങ്ങടും ശരിക്കും സ്റ്റേജ് ഷോ ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ആളല്ലേ. സിനിമ സംവിധാനമൊക്കെ ചെയ്യുന്നത് ഇപ്പോഴാണ്. സ്റ്റേജ് ഷോ അതും കൂടി നഷ്ടപ്പെടും. ചില പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം പോയിട്ട് ജീവിത മാർഗമാണ് നഷ്ടപ്പെടും. പിന്നെ അങ്ങനെയുള്ള ഒരു മോശം പ്രോഗ്രാമിന് നമ്മൾ പോയി തിരിച്ചു വന്നു. സ്റ്റേജ് ഷോ ആണ് എനിക്ക് തോന്നുന്നു നാദിർഷയെ ഈ സിനിമയിൽ നിന്ന് അല്പം സിനിമ പുറത്തു മാറ്റി നിർത്തിയപ്പോൾ പോലും നാദിർഷ ഇങ്ങനെ നിലനിന്നത് ഈ പറഞ്ഞ സ്റ്റേജ് ഷോയുടെ പിൻബലം കൊണ്ടാണ്. ഉറപ്പാണ്. വരട്ടെ. സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംഭോ സാരഭക്ഷിതം. ഒരാൾ വരട്ടെ. നാദർഷ, ഇപ്പോൾ കണ്ട വിഷ്വൽ കണ്ട ഓർമ്മയുണ്ടോ? 1990 ആദ്യമായിട്ട് ഞാൻ എടുത്ത വീഡിയോ CD, അതും സെൻസർ ചെയ്ത വീഡിയോ കാസറ്റ്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നാദർഷയാണ് ആ കീർത്തനം പാടിയിരിക്കുന്നത്. ഞാൻ നാദർഷയെ ആദ്യമായിട്ട് കാണുന്നത് അതിനു മുമ്പ് ഒരു 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് കലാഭവനിൽ നാദർഷ പാട്ട് പഠിക്കാൻ വരുമ്പോഴാണ്. അന്ന് ദൂരദർശനിൽ
നമ്മളൊരു പ്രോഗ്രാം ചെയ്തു കൊച്ചിൻ ഗിന്നസിൻ്റെ 1989 ഓഗസ്റ്റ് 9 അതിൽ ഞാനും സൈനദിനും ഉണ്ട്. പിന്നെ ഞാൻ അഭിയേയും വിളിച്ചു. വീണ്ടും ഒരു ആർട്ടിസ്റ്റിനെ വേണം. അപ്പോഴാണ് ഞാൻ നാദൃഷയെ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തു. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാസ്റ്റ് എടുത്തപ്പോഴും നാദൃഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ നാദൃഷയുടെ പാരഡി ഗാനം ഞാൻ വിഷ്വലൈസ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ നാദൃഷയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച കണ്ടു കഴിയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം അഭിമാനം തോന്നുന്നു. ഏതായാലും നാദൃഷയുടെ തുടക്കത്തിലുള്ള പല പരിപാടികൾക്കും ആക്ഷനും കട്ടും പറയാൻ സാധിച്ചു. അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആകാൻ സാധിച്ചു എന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനത്തിന് വക തരുന്നു. നാദൃഷ ഇനിയും വളരട്ടെ, വളർന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. നാദൃഷ ഇനിയും വളരട്ടെ. ശാരീരികമായിട്ടൊന്നും വളരേണ്ട കാര്യമില്ല. ഇത് കൂടുതൽ വളരില്ല, ഇത് കൂടുതൽ വളരില്ല. ഇനി അതൊക്കെയാണ് ഇത് തടി വെക്കാതിരിക്കാൻ നോക്കുക. അതെ. KS പ്രസാദ് ഒരുപാട് കടപ്പാടുള്ള മനുഷ്യനാണ്. ആദ്യമായിട്ട് വീഡിയോ ക്യാമറയുടെ മുമ്പിൽ ഞങ്ങളെ ഒരുപാട് ആൾക്കാർ നിർത്തിയ ആളാണ്. ഇപ്പോൾ ഹരിശേഷവൻ ചേട്ടനാണെങ്കിലും ദിലീപാണെങ്കിലും ഞാനാണെങ്കിലും അബിയാണെങ്കിലും ഞങ്ങളൊക്കെ വെച്ചിട്ട് മിമിക്രി വീഡിയോ കാസറ്റുകൾ ചെയ്ത് ഞങ്ങളുടെ പേര് ഗൾഫ് നാടുകളിൽ എത്തിച്ച് അവിടെയും ഞങ്ങൾക്ക് ഷോയ്ക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ നാദൃഷയാണ്, അബിയാണ്, ദിലീപാണ്, അല്ലെങ്കിൽ ഹരിശേഷോകനാണെന്നൊക്കെ ജനങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ, സിനിമാ താരങ്ങളുടെ വാല്യൂ അന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഒരുപക്ഷെ അന്നത്തെ സ്റ്റേജ് ഷോകളിൽ ഗാനം കൊണ്ടൊരു പുതുമയുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നാദൃഷ. അതുവരെ പാട്ടിനെ അതിൻ്റെ ഉള്ളിലേക്ക് അധികമൊന്നും പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിന് പുതിയൊരു മാനം നൽകുന്നതിന് നാദൃഷയുടെ സാന്നിധ്യം സഹായിച്ചു. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നാദൃഷ മനോഹരമായൊരു പാട്ട് ഇഷ്ടമുള്ളത് പാടിക്കുക. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ഡിഡിഗ സരിഗ സരി നിഗരി ഗരി സരി സനി രി സനി ദ ബ ഗ ബ പ ത നി സ, ഡിഡിഗ സരിഗ സരി നിഗരി ഗരി സരി സനി രി സനി ദ ബ ഗ ബ പ ത നി സ, പദ മ പ സനി ഗരി ഗ സനി സ, പദ മ പ സനി ഗരി ഗ സനി സ, ദ ബ നി ദ സനി രി സ, ദ ബ നി ദ സനി രി സ, ഗരി സ സനി സ, ഗരി സ സനി സ, മ ഗരി സരി ഗ, മ ഗരി സരി ഗ, രി ഗ മ ഗരി നി ധ നി ഗരി സനി ധ സനി ധ പ മ പ നി ധ പ മ ഗ ഗ മ മ പ പ ധ ധ നി നി സ സ രി ടി ഗ ഗ മ ടി ഗ ഗരി രി സ സ നി സ രി സ സ സ സ നി സ ഗരി രി സ നി ധ ധ നി സ നി ധ പ മ മ പ നി ധ ധ പ മ ഗ ഗ ഗ മ നി ധ പ മ പ ധ നി സ രി ഗ സ രി സ നി ഗരി സ നി സ രി സ നി ധ നി സ നി ധ പ ധ ഗരി സ ഗ ടി സ നി ധ രി സ നി രി സ നി ധ പ ധ നി ധ സ നി ധ പ മ ഗ മ പ ധ പ മ പ ധ നി ധ പ ധ നി സ നി ഗ മ പ ധ ഗ മ പ ധ പ മ പ ധ നി മ പ ധ നി സ പ ധ നി സ പ ധ നി സ രി ഗ രി സ നി സ നി സ നി ധ നി സ നി ധ പ ധ പ ധ നി സ പ ധ നി സ രി നി സ രി ഗ ഗ നി സ നി ധ രി സ നി ധ പ ഗ മ പ ധ നി. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. യഥാർത്ഥത്തിൽ നാദൃഷ ഈ ഗായക രംഗത്ത് കുറേം കൂടി അംഗീകാരം കിട്ടേണ്ട ഒരാളായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ ഈ പാരഡി പോലുള്ള ഗാനങ്ങളിലേക്ക് നാദൃഷ മാറിയത് കൊണ്ടാണോ നല്ലൊരു ഗായകൻ എന്നുള്ള ഒരു പദവി നാദൃഷയ്ക്ക് ലഭിക്കാതെ പോയതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്. പാരഡി എന്ന് പറയുന്ന ഇതിലേക്ക് മാറിയതിൻ്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്ന നാദൃഷയായി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പാടിയ ഈ സർക്കസ് ശരിക്ക് അതൊന്നും പോരാ സാർ. ഇത് ഒരു കാരണം ഇവിടെ നമ്മളുടെ പ്രത്യേകിച്ച് ഒരുപാട് സിംഗേഴ്സുള്ളതാണ്. അതിനിടയിൽ പിടിച്ചു നിൽക്കുന്നത് വേറിട്ട വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടതും. ഈ പാരഡി ഗാനക്കാരൻ പാടുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് മറ്റുള്ള ആ സമയത്ത് ഈ പാട്ടുകളെ അവർ അംഗീകരിച്ചതും. അല്ലാതെ ഞാനൊരു ഗായകനായിട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ അംഗീകാരം എനിക്ക് കിട്ടില്ലായിരുന്നു. ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ
വഴിത്താരയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അംഗീകാരം കിട്ടില്ലായിരുന്നു എന്നാണോ? ഒരു മികച്ച ഗായകനായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ലായിരുന്നു. കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. ആണോ? തൻ്റെ കുറവുകളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അല്ല, എനിക്ക് എൻ്റെ പരിമിതികൾ അറിയാം. എന്തായാലും നാദിർഷായ്ക്ക് അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്ന വേഷത്തിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് നാദിർഷായ്ക്ക് അറിയാം. നല്ല ഉയരം അമിതാഭ് ബച്ചൻ്റെ അത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും പരിമിതികൾ എപ്പോഴും നാദിർഷയെ തുറച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഇന്നുവരില്ല. ഇല്ല. എനിക്കൊരു എന്താ പറയുക, ശരിക്ക് ഭാഗ്യവാനാണ് പല കാര്യങ്ങളിലും. എൻ്റെ ബാപ്പായുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ലൂണ വാങ്ങിക്കലായിരുന്നു. സൈക്കിളിൽ നടന്നാണ് എൻ്റെ ബാപ്പ കമ്പനി പോയിരുന്നത്. കാർബറേറ്റ് യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞ എടപ്പള്ളി കമ്പനിയിൽ പോകുമ്പോൾ അവിടുന്ന് 4:12, 12 2 ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് എന്നെ കൊണ്ടൊക്കെ സൈക്കിളിന് വന്നിട്ട് എന്നെ മിക്കവാറും സ്കൂളിൽ കൊണ്ടുപോയാക്കാനായിട്ട് അവിടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ദിവസം 10-12 കിലോമീറ്റർ സ്ഥിരം സൈക്കിൾ കിട്ടുന്ന ബാപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നം ലൂണ വാങ്ങിക്കുക എന്ന് പറയും. എൻ്റെ ഉമ്മയുടെ അടുത്ത് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊരു ലൂണ വാങ്ങിക്കണം എന്നിട്ട് നിന്നെ അതിൻ്റെ പുറകിൽ ഇരുത്തിയിട്ട് എനിക്ക് പോകണം എന്നൊക്കെ. അങ്ങനെ സ്വപ്നം കണ്ട, അതിനപ്പുറത്തേക്കുള്ള സ്വപ്നം ഉണ്ടായില്ല ബാപ്പാക്ക്. ആ സ്വപ്നം കണ്ട ബാപ്പയുടെ മകൻ ഇന്ന് കാറും മറ്റുള്ള സൗകര്യങ്ങളായിട്ട് നടക്കുന്നു എന്ന് പറയും. ഏത് കാറ് വേണമെങ്കിലും മേടിക്കാൻ പറ്റുന്ന സൗകര്യത്തിലേക്ക് എത്തി. അങ്ങനെയല്ല, അത്യാവശ്യം ഏറെക്കുറെ ഇപ്പോൾ കൊച്ചിയിൽ കൊച്ചി നിരത്തുകളിലൂടെ ഓടുന്ന BMW അല്ലെങ്കിൽ ബെൻസ് മെഴ്സിഡസോ ഓഡിയോ ഇതൊക്കെയാണല്ലോ സാധാരണ ഇവിടെ സമ്പന്ന വിഭാഗത്തിൻ്റെ. അത്തരത്തിലുള്ള ഏത് കാറും വേണമെങ്കിൽ നാദിർഷായ്ക്ക്. അത്രയൊന്നും ആയിട്ടില്ല സാർ. സംവിധാനത്തിലെ ആദ്യത്തെ പ്രതിഫലം എത്രയായിരുന്നു? സംവിധാനത്തിൽ ആദ്യത്തെ പ്രതിഫലം ഒന്നുമില്ല. ഇതിനകത്ത് ലാഭം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നേക്കാന്ന് പറഞ്ഞവർ. ഓ, അപ്പോൾ അത് വലിയ കച്ചവടമാണ്. ഷെയർ പെർസെൻറ്റേജ് അങ്ങനെയല്ല. ഞാൻ മിടുക്കൻ, നല്ല മിടുക്കൻ. ഒരിക്കലും നാദിർഷയുടെ ഞാനിപ്പോൾ പല സ്ഥലത്തും ഞാൻ അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ നാദിർഷയ്ക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ട് ഓട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ. അങ്ങനെ 4 സ്ഥലത്ത് പോയപ്പോൾ അവിടെ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടായിട്ടില്ല, ഞാൻ അവിടെയൊക്കെ വാടക അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നാദിർഷ ബാപ്പയുടെ കാര്യം പറഞ്ഞു. ആ ബാപ്പയുടെ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു നാദിർഷയും ബാപ്പയുടെ മരണത്തിന് ശേഷം പോയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ കാർബറേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാപ്പയുടെ ജോലി എനിക്ക് കിട്ടി. ഞാനപ്പോൾ അവിടെ ജോലിക്ക് കയറി. അവിടെ ഒരു 10 വർഷത്തോളം കമ്പനിയിൽ വർക്ക് ചെയ്ത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകല് നമ്മുടെ കോളേജിൽ പോകും, അല്ലെങ്കിൽ മ്യൂസിക് കലാഭവനിൽ ആ സമയത്ത് പഠിക്കുന്നുണ്ട്, മ്യൂസിക് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നുണ്ട്. സെൻറ്റ് പോൾസ് കോളേജിൽ കഴിഞ്ഞിട്ട് ഞാൻ കലാഭവനിൽ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. ആ സമയത്ത് രാത്രിയാണ് ജോലിക്ക് വന്നത്. രാത്രി മുഴുവനും കാർബറേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ്. ആ സമയത്ത് ഒറ്റയ്ക്കാണ് കമ്പനിൽ. ഇരുട്ട്, പൊടി, ഫർണസ് കത്തുന്ന ചുട്ടുപഴുത്ത ഫർണസിൻ്റെ തൊട്ടടുത്താണ് എനിക്ക്. വേറെ പണിയൊന്നുമില്ല. ഈ ഹാമർ എടുത്തിട്ട് 16 പൗണ്ടിൻ്റെ ഹാമർ എടുത്തിട്ട് പാറ പൊട്ടിക്കൽ, ഷവ്വല് കുത്തൽ, ഇങ്ങനത്തെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അത് വെട്ടി വേർത്ത് പൊടിയും പുകയും കൊണ്ടിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ ചീവീട്, പാമ്പ്, അവിടെയൊക്കെ പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് പേടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ കുറിച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് ആ പാട്ട് ഒരു പേപ്പറിൽ കുറിച്ചിടും. അങ്ങനെ പിറ്റേ ദിവസം പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനെ കളിയാക്കി പാടാൻ വേണ്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ജോലിയുടെ രാത്രികളിൽ എനിക്ക് ദൈവം തന്ന ഒരു വരദാനമാണ്. പിന്നീട് പാരഡിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കിട്ടുന്നവരെ ഒരു വരി പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആളായിരുന്നു. എപ്പോഴോ ആ രാത്രികളിൽ എനിക്ക് ഒരു ദൈവം തന്ന വരദാനം എന്ന് തന്നെ പറയാം. ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അവന് വേറെ എന്തെങ്കിലും കഴിവ് കൊടുക്കാമെന്ന് അനുഗ്രഹിച്ചു തന്ന സമയമാണത്. അങ്ങനെ എഴുതിയതാണ് രാത്രി. ആ ഷിഫ്റ്റാണ് ഒരു പക്ഷേ നാദിർഷയിലെ പാരഡിക്കാരനെ പുറത്ത്. അതെ, തീർച്ചയായിട്ടും അന്നാണ് എഴുതി തുടങ്ങിയത്. വരട്ടെ. നാദിർഷ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനമാണ്. അവൻ്റെ വളരെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നിരവധി അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് അവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ വാപ്പ മരിച്ചുപോയി. വാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ കാർബറേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഒരു വലിയ ഫാമിലി, ആഷയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവൻ്റെ 3 സഹോദരങ്ങളും ഒരു പെങ്ങളും അടങ്ങുന്നതാണ്. വാപ്പ മരിച്ചുപോയി. അതിന് മുമ്പ് തന്നെ അവിടെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് കമ്പനിയുടെ ഗേറ്റിൽ മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം ജയിലിൽ നിന്ന് വന്ന് വളരെ വർഷമാകുന്നതിന് മുമ്പ് തന്നെ അസുഖം ബാധിച്ച് മരിച്ചു പോവുകയും ചെയ്ത്.
പക്ഷേ നാദിർഷ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ഏറ്റെടുത്ത് അവൻ്റെ സ്വയപ്രയത്നം കൊണ്ടാണ് അവനിന്ന് ഈ നിലയിലെത്തിയത്. നാദിർഷയെ മുമ്പോട്ട് നയിച്ച പല പ്രചോദനങ്ങളും ഉണ്ടായിരുന്നു, വികാരങ്ങളുണ്ടായിരുന്നു. വേണം ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഉമ്മ. ഒരു കൈത്താങ്ങായിട്ട് ഉമ്മയുടെ ഒരു 32ാമത്തെ വയസ്സിലാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. അതിനുശേഷം അപ്പോൾ എനിക്ക് 16ാമത്തെ വയസ്സ്, എനിക്ക് 16 വയസ്സ്. ഞങ്ങൾ 5 പേരാണ്. എനിക്ക് 3 അനിയന്മാർ, ഒരു പെങ്ങൾ. ബാക്കി എല്ലാവരും, എനിക്ക് മൂത്ത ആൾക്ക് 16 വയസ്സ്, ബാക്കി എൻ്റെ താഴേക്കാണ് എല്ലാവരും. ഇപ്പോൾ ഏറ്റവും ഇളയ അനിയൻ സമദ് സിംഗറാണ്. അവനിപ്പോൾ ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. അവനൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ഫാദർ മരിക്കുമ്പോൾ 2 വയസ്സുള്ളൂ. താങ്കൾക്ക് വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പം നമ്മുടെ മുമ്പിൽ വരാൻ പോവാണ്. വരട്ടെ. വളരെ ചെറുപ്പത്തിലെ തന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത ഒരാളാണ് എൻ്റെ ഇക്ക. കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പിച്ച് മരിക്കുന്നത്. അവിടം തൊട്ട് ഇക്കാക്ക് അന്ന് 18 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇക്കാക്ക് ഒരു മിമിക്രി പ്രോഗ്രാമിന് പോയപ്പോൾ 50 രൂപയൊക്കെയാണ് ഇക്കാക്ക് കിട്ടുന്നത്. ഈ 50 രൂപ കൊണ്ടുവന്നിട്ട് ഉമ്മിച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരെയും നോക്കി ഇപ്പോഴും പല കാര്യങ്ങളും ക്യാക്ക തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ക്യാക്ക അറിയാണ്ട് ഒരു കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം എല്ലാ കാര്യങ്ങളും ക്യാക്ക തന്നെ നോക്കുന്നത്. ബാക്കി ഈ മക്കളെല്ലാം വളർത്തിയതും കൊണ്ടുനടന്നതൊക്കെ ഈ പാവം. നാദിർഷയുടെ അനുജനും അമ്മാവനൊക്കെ പറയുന്ന കാര്യമുണ്ട്. ആ ഒരു കുടുംബത്തിൻ്റെ ഭാരം സ്വന്തം തോളിലേക്ക് ഏറ്റുവാങ്ങിയ ആളാണ് നാദിർഷ. 16ാമത്തെ വയസ്സിലൊരു ഫുൾ ഫാമിലി ഏറ്റെടുത്തിട്ടുണ്ട്. അന്നത്തെ ഭക്ഷണം മതി, അതായിരുന്നു ഒരുപക്ഷെ ലക്ഷ്യം. അതിൽ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ നാദിർഷ? ഇടയ്ക്കൊക്കെ ഒന്ന് പാളി നോക്കുന്നുണ്ടോ? പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, അതുകൊണ്ടല്ലേ ഞാൻ വന്ന വഴി ഒരിക്കലും അതിൻ്റെ എന്താ പറയുക, വന്ന ദിവസങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ ആണ് എനിക്ക് അഹംഭാവം വരാത്തത്. എൻ്റെ അമ്മ എന്നോട്, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആകാശം മുട്ട പറന്നാലും നിലത്ത് വന്നേ സമ്മാനമുള്ളൂ. ഒരുപക്ഷെ ആ ഒരു തലമുറയിൽ എല്ലാ അമ്മമാരും മക്കളെ പഠിപ്പിച്ചതും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതും ഈ ഒരു പാഠങ്ങളാണ്. മറ്റൊന്നും അവർക്ക് പറഞ്ഞു തരാനുള്ള വൈഭവം ഉണ്ടായിരുന്നില്ല. സാറേ, അതിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇത് പറയുന്നില്ല. കാരണം ആ ഒരു സമയത്ത് സാധാരണ മലയാളിക്ക് അവരെല്ലാം ആവറേജാണ്. എന്താ പറയുക, ഒരു പണക്കാരൻ കോടീശ്വരൻ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ നാട്ടിൽ. കുറേ ബാക്കിയെല്ലാം സാധാരണക്കാരാണ്. സാധാരണക്കാരൻ്റെ ഫാമിലിയിൽ അതിൻ്റെ അത്താണി മരിച്ചു കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധാരണ എല്ലാ ഫാമിലിയിലും സംഭവിക്കുന്നത് എൻ്റെ ഫാമിലിയിൽ സംഭവിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കുടുംബങ്ങളിൽ വേണമെങ്കിൽ ഒരു കടലമുട്ടായി, അല്ലെങ്കിൽ ഒരു എക്ലെയർ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം, ഒരു ബിരിയാണി, അല്ലെങ്കിൽ ഒരു സിനിമ, ഇതൊക്കെ ലക്ഷറി ആയിരുന്നു. അതെ, ഇതൊക്കെ ആർഭാടങ്ങളായിരുന്നു. പിന്നെ ഒരു സിനിമയൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമായിരുന്നു. ആ ഒരു നാദിർഷയാണ് പിന്നീട് കലയുടെ ചിറകിൽ പറന്ന് മലയാളിയുടെ മനസ്സിലേക്ക് പ്രവേശിച്ചത്.